ആകാശവാണി കവരത്തി. പവിഴമണ്ണിലെ സാഹിത്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ഈ പരിപാടിയിൽ എഴുത്തും കാഴ്ചപ്പാടും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പമുള്ളത് ലക്ഷദ്വീപിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ UCK തങ്ങൾ. പരിപാടിയിലേക്ക് സ്വാഗതം സാർ. സ്വാഗതം, സന്തോഷം. ഇപ്പോൾ ഏതാണ്ട് ലക്ഷദ്വീപിലെ ഓരോ മേഖലകളിലും സാംസ്കാരികപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ, സാമൂഹികപരമായിക്കോട്ടെ, അങ്ങനെ ഓരോ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു താങ്കളുടേത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. നോവലായിക്കോട്ടെ, ചെറുകഥകളായിക്കോട്ടെ, ലേഖനങ്ങളായിക്കോട്ടെ. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രവും ഇറക്കിയത് താങ്കളായിരുന്നു. താങ്കളുടെ എഴുത്തിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഒന്ന് ശ്രോതാക്കൾക്കായിട്ട് പങ്കുവെക്കാമോ? അതായത്, ഞാൻ ജനിച്ച കാലത്ത് ലക്ഷദ്വീപ് ഈ മാതിരി പുരോഗതിയുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. 1941 ലോകം എല്ലാ കാര്യങ്ങളെ കൊണ്ടും പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു കാലം. മാറാവ്യാധികൾ, ലോകമഹായുദ്ധം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ജനിച്ച കാലം. ആ കാലഘട്ടത്തിൽ ലക്ഷദ്വീപിൽ സാഹിത്യമുണ്ടോ അല്ലെങ്കിൽ എഴുത്തുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ടെഴുത്തുകാരായിട്ടുള്ള മഹാന്മാർ ലക്ഷദ്വീപിലുണ്ടായിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ലക്ഷദ്വീപിൽ വളരെ കാലം മുമ്പ് തന്നെ പ്രചുര പ്രചാരത്തിലായിരുന്നു. പ്രത്യേകിച്ചും ഈ ഓടത്തിലാണല്ലോ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ സമയം പോക്കുന്നതിന് വേണ്ടി സഫീനപ്പാട്ടുകൾ പാടുമായിരുന്നു. സഫീനപ്പാട്ടുകൾ പാടി അർത്ഥം വെച്ച് രസിക്കുക എന്നുള്ളതാണ് അവർ നേരം പോക്കിയിരുന്ന ഒരു വസ്തുത. പിന്നെ ഉണ്ടായിരുന്നത് കോൽക്കളി, പരിചക്കളി തുടങ്ങിയ കലാരൂപങ്ങളാണ്. എന്നാൽ മലയാള സാഹിത്യത്തിലെ ചെറുകഥാ സാഹിത്യത്തിലേക്കോ മറ്റോ ആളുകൾ കടന്നു ചേർന്നില്ല. വിദ്യാഭ്യാസ മേഖല വളർന്നു വരുന്നതേയുള്ളൂ. അന്ന് കവരത്തിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു BA പാസ്സായി വന്നത് കട്ടിമാട് ഹംസത്ത് സാഹിബാണ്. അദ്ദേഹം നല്ല പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുമെങ്കിലും പുസ്തകം എഴുതാനോ മറ്റോ ലക്ഷദ്വീപിൽ എന്തുകൊണ്ടോ വിദ്യാസമ്പന്നരായ കഴിവുള്ള ആളുകൾ ഒന്നും എഴുതാതെ പോയി കളഞ്ഞു എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. ഞാൻ എഴുതേണ്ട സാഹചര്യം വന്നത് അന്നത്തെ ലക്ഷദ്വീപിലെ സാമൂഹിക ചുറ്റുപാടാണ്. ലക്ഷദ്വീപിലെ സാമൂഹിക ചുറ്റുപാട് എന്ന് പറയുമ്പോൾ അവിടെ നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ആൾക്കാർ പോയിരുന്നത്. ചീത്ത എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് യോജിക്കാത്ത ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ലോകത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയായിരുന്നു. വിദ്യാഭ്യാസമോ പുരോഗതിയോ ഒന്നും ഇല്ലായിട്ടും ലക്ഷദ്വീപുകാരും. അത് അവരുടെ മതവിശ്വാസമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്. ഞാൻ അറിയുന്നിടത്തേക്ക് ലക്ഷദ്വീപിൽ റാത്തീബ്, കോക്കളി, പരിചക്കളി, മദ്ദളം മുട്ടുപാട്ട് തുടങ്ങിയ പദംപാട്ട് തുടങ്ങിയ കലാരൂപങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പാട്ട് എഴുതുന്നവരുണ്ടായിരുന്നു. അത് കൂടാതെ മറ്റൊരു കാര്യമില്ല, അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കത്തിന് പകരം പാട്ടെഴുത്തായിരുന്നു. ആന്ത്രോത്ത് ദ്വീപിലായിരുന്നു കൂടുതൽ. പ്രേമലേഖനായാലും കുടുംബങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങളായാലും അവരെല്ലാം കത്ത് പാട്ടിലൂടെയായിരുന്നു വ്യവഹരിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ വരുന്ന കാലത്ത് ഞാൻ കണ്ടത്, നമുക്ക് തുറന്നു പറഞ്ഞാൽ വളരെയധികം വിഷമം ഉണ്ടാകും. പക്ഷേ ആ സാമൂഹിക ആചാരങ്ങളെ മാറ്റിയെടുക്കണമെന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ചെറുകഥകൾ എഴുതാൻ തുടങ്ങിയത്. ചെറുകഥകളും മാപ്പിളപ്പാട്ടുകളും എഴുതി. മാപ്പിളപ്പാട്ട് എഴുതിയത് ലക്ഷദ്വീപിനെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ്. ലക്ഷദ്വീപിലെ സംസ്കാരത്തെയും അതിൻ്റെ വളർച്ചയെയും അതിൻ്റെ ഭംഗിയെയും ഇതിവൃത്തമാക്കിക്കൊണ്ട്. മറിച്ച് ചെറുകഥ എഴുതിയത് അവിടുത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പോരായ്മകളും ഇല്ലായ്മകളും പോരിച്ചകളും ഒക്കെ കൂട്ടി എഴുതിയതാണ്. അങ്ങനെ എഴുതാൻ ഞാൻ പ്രേരിതനായതാണ്. അത് വന്നിട്ടാണ് അത് എഴുതാൻ ഇവിടെ പ്രസിദ്ധീകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കവരത്തിയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയെ ഞാൻ ഉപയോഗിച്ചു. ധാരാളം ഒരു ജനാർദ്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. എന്നെ വായിക്കാൻ വളരെയധികം പ്രേരിപ്പിച്ചു. വായനാശീലം അങ്ങനെ വളർന്നു. അക്കാലത്ത് വായനാശീലമുള്ളവരായിരുന്നു ആളുകൾ. കഴിയുന്നത്ര അവർ വായിക്കുമായിരുന്നു. അവർക്ക് വായിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള കാരണമായിരുന്നു. അന്ന് കാലത്ത് പത്രമാസികകൾ വന്നാൽ വരുന്നത് എന്തെങ്കിലും സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്ന സാധനങ്ങൾ ആ കടലാസുകൾ നോക്കി അതിൽ പത്രങ്ങൾ റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ വായിച്ചിട്ടാണ് ആളുകൾ അവരവരുടെ വായനാ ദാഹം ചെറുക്കുന്നത്. അങ്ങനെ വന്ന് ഞാൻ ചെറുകഥ എഴുതി. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറുകഥ എഴുതിയത് അന്ന് കേരളത്തിൽ നിന്ന്, കോഴിക്കോട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു. 1-2 ആൾക്കാരെ എനിക്ക് പേര് പറയാൻ കഴിയും, അവരായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ
ആൾ ഇന്ത്യ റേഡിയോയിൽ കോൺട്രാക്ട് ആർട്ടിസ്റ്റായി ഞാൻ അവിടെ സ്ഥിരം പോക്കുണ്ടായിരുന്നു. അപ്പോൾ ആ പോക്കിൽ എന്നെ കഥ എഴുതാൻ പ്രേരിപ്പിച്ചത് ചെറിയ ആൾക്കാരല്ല. മാധവി അക്കിത്തം, ഉറൂബ്, തിക്കോടിയൻ തുടങ്ങി പ്രഗത്ഭരായ പ്രതിഭാസമ്പന്നനായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരുടെ പ്രോത്സാഹനവും കാരണം കൊണ്ട് ഞാൻ ചെറുകഥ എഴുതാൻ തുടങ്ങി. ആദ്യം എഴുതിയത് ആൾ ഇന്ത്യ റേഡിയോയിലാണ്. പിന്നെ ചില പത്രമാസികകളിലൊക്കെ എഴുതി തുടങ്ങി. എല്ലാം പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പബ്ലിഷ് ചെയ്യുന്നതിന് ലക്ഷദ്വീപിൽ അതിനുള്ള സാഹചര്യമില്ല. ധാരാളം പണം വേണം, പ്രസ് വേണം. അതിനെല്ലാം ശ്രമങ്ങൾ നടത്തി. ആ ഒരു ശ്രമത്തിന്റെ ഫലമാണ് ആകാശവാണിയുടെയും ലക്ഷദ്വീപ് ടൈംസിന്റെയും പ്രവി ഉണ്ടായത്. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള കുറെ ആളുകൾ വളരെയധികം ഉത്സാഹിച്ചത് കൊണ്ടാണ്, അന്നത്തെ സാഹചര്യവും അതിന് അനുകൂലമായത് കൊണ്ടാണ്. ലക്ഷദ്വീപിലെ സാഹിത്യം വന്നതിനെ കുറിച്ച്, ഇപ്പോൾ സാഹിത്യ മേഖലയിലേക്ക് ദ്വീപ് ജനത ചുവടുവെച്ച കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ താങ്കൾ സംസാരിച്ചു. അതേപോലെ തന്നെയാണ് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് പത്രത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചത് താങ്കളായിരുന്നു. ആ പത്രത്തിൻ്റെ തുടക്കം കുറിച്ചപ്പോൾ അന്നത്തെ സാഹചര്യവും അതേപോലെ പത്രങ്ങളിൽ ഏതൊക്കെ വാർത്തകളായിരുന്നു അന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നത്? ആ പത്രം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് എത്രത്തോളം പിന്തുണ നൽകാൻ സാധിച്ചു? അതായത് ലക്ഷദ്വീപിൽ ഇങ്ങനെ വളരെ ചുരുക്കമേ പത്രമാസികകൾ വരുന്നുള്ളൂ. അതിൽ ചില മാസികകൾ, ചില പത്രങ്ങളെ ഇവിടെ അടുപ്പിക്കില്ലായിരുന്നു. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഭരണകൂടം ഏകപക്ഷീയമായിരുന്നു. ഉദ്യോഗ മേധാവിത്വമാണ് അവിടെ ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റർമാർ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. എല്ലാവരെയും 10-37 ആൾക്കാർ വന്നതിൽ എല്ലാവരെയും നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലരുമായിട്ട് വളരെ അടുപ്പ ബന്ധമുണ്ട്. ഇപ്പോൾ മനുഷ്യമുഖമുള്ള ജന പിന്തുണയുള്ള അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ വന്നിരുന്നു. അപ്പോൾ വന്നാലും ഉദ്യോഗസ്ഥലങ്ങളിൽ നടത്തുന്ന അഴിമതികളും മറ്റു ചില കാര്യങ്ങളും ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളും പുറം ലോകം അറിയാറില്ല. പത്രം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. അതിനാദ്യമായിട്ട് ഇറങ്ങി മാതൃഭൂമിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷക്കൊത്ത് വളരെ ഉയരാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് വിടേണ്ടി വന്നു. പിന്നെ പത്രം തുടങ്ങണം എന്നാഗ്രഹിച്ചു. പത്രം തുടങ്ങാൻ അവിടെ നിയമപരമായ വ്യവസ്ഥകളൊന്നും അന്നില്ലാത്തത് കൊണ്ട് ഞാൻ കോഴിക്കോട്ട് പോയി നിന്നാണ് പത്രത്തിന് തുടക്കം കുറിച്ചത്. ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ ഡിക്ലറേഷൻ ഫോം ബോധിപ്പിച്ചിട്ട് ഒരു കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് കിട്ടിയത്. കാരണം അതിന് വലിയ തടവിടലുകളുണ്ടായിരുന്നു. ആ പത്രം ദീപപ്രഭ എന്ന പേരിൽ എനിക്ക് ഇന്നും ഓർക്കുന്നു. പ്രസിദ്ധനായ വാസുദ് പ്രദീപ് എന്ന ചിത്രകാരനാണ് അതിൻ്റെ പേരിട്ടത്. പല പേരും കൊടുത്തതിൽ ദീപപ്രഭയാണ്. രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഡൽഹിയിൽ നിന്നും വന്ന് അംഗീകരിച്ച പേരും ദീപപ്രഭ എന്ന പേരിൽ ആ പത്രം പബ്ലിഷ് ചെയ്യുന്നതിന് വളരെ വിഷമം അനുഭവിക്കേണ്ടി വന്നു. കാരണം ഒന്നാമത് പരസ്യങ്ങൾ വേണം, രണ്ടാമത് പബ്ലിഷ് ചെയ്യാൻ ധാരാളം പൈസ വേണം. ഇതൊന്നും ഇല്ലാതെ ഇറങ്ങി തിരിച്ച് അന്ന് 1000 കോപ്പിയായിരുന്നു ആദ്യം അടിച്ചത്. ദ്വീപിലേക്ക് പോയപ്പോൾ അത് ചുട്ടപ്പം പോലെ വിറ്റ് തീർക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾക്ക് പത്രം കിട്ടാനുള്ള ദാഹം, വിവരങ്ങൾ അറിയാനുള്ള ദാഹം വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലക്ഷദ്വീപിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രതിനിധികളെ നിശ്ചയിച്ചു. അവർക്ക് ശമ്പളമൊന്നും കൊടുക്കാൻ പറ്റില്ല. അവർ വോളണ്ടിയർ വർക്കായിരുന്നു നടത്തിയത്. പിന്നീട് പ്രസിദ്ധരായ പല എഴുത്തുകാരും ദീപപ്രഭയുടെ ലേഖകന്മാരായിരുന്നു. അങ്ങനെ ദീപപ്രഭ പബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ പ്രചരണം വളരെ വലുതായി വന്നപ്പോഴാണ് ചില വിഷമങ്ങൾ നേരിടാൻ തുടങ്ങിയത്. പത്രക്കെട്ടുകൾ കടലിലേക്ക് എറിയുക, അതിലെഴുതി വരുന്ന കാര്യങ്ങളെ എഴുതുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പലരും പേടിച്ചിരുന്നു. പക്ഷെ കുറേ കാലം അത് നടത്തി. പിന്നെ സാമ്പത്തികമായ കാരണം കൊണ്ട് അത് നടന്നില്ല. പിന്നീട് കുറേ പേര് പത്രങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. കുറേയൊക്കെ ഇറക്കി. അതൊക്കെ അകാലത്തിൽ ചരമ അടിമടയുകയാണ് ചെയ്തത്. സമകാലിക സമൂഹത്തിൽ സാഹിത്യത്തിൻ്റെ പ്രസക്തി എത്രത്തോളമാണ് ലക്ഷദ്വീപിലുള്ളത്? ആ സാഹിത്യത്തിന് ധാരാളം അവസരവും പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണിത്. കാരണം എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്, നല്ല കഴിവുള്ളവരാണ്, വായനക്കാരാണ്. പക്ഷേ അവരുടെ സ്വന്തം കൃതികൾ, അവരുടെ സ്വന്തം സാഹിത്യം വായിക്കാനും മനസ്സിലാക്കാനും എന്തോ ഒരു മടി തോന്നുന്ന പോലെയുണ്ട്. നമ്മൾ കോളേജിലെ കുട്ടികൾ കഥ എഴുതിയാൽ തന്നെ ഒരു പ്രേമ കഥ എഴുതും. ആ കഥയിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെയുള്ള അതാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകൾ വളരെ ചുരുക്കമായിരുന്നു. കുറെ പേര് എഴുതിയിട്ടുണ്ട്. അതിൽ കാരണം അവിടുത്തെ കല്യാണങ്ങൾ, അവിടുത്തെ ജാതി വ്യവസ്ഥകൾ, അവിടുത്തെ ദുരാചാരങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥാ സാഹിത്യം ലക്ഷദ്വീപിലെന്നും നിലനിൽക്കും. ലക്ഷദ്വീപിലെന്നല്ല, എവിടെയും സാഹിത്യത്തിന് വിലയുണ്ട്. ലക്ഷദ്വീപിന് പ്രത്യേകമുണ്ട്. പക്ഷേ വായനാശീലം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു ട്രാജഡി ഉള്ളത്, സ്വന്തം ചരിത്രം അറിയാത്ത ഒരു ജനത ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപ് മാത്രമാണ്. ലക്ഷദ്വീപിലൊരു കുട്ടിയോട് അമേരിക്കൻ പ്രസിഡന്റ് തലമുടി എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിനെ ഉത്തരം വരും. ഇതിൻ്റെ കാരണം സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നില്ല. അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അതിപ്പോൾ കുറേശ്ശെ കടന്നു വരുന്നുണ്ടെങ്കിലും അതിലും ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് ലക്ഷദ്വീപ് സാഹിത്യത്തിൻ്റെ പ്രസക്തി
ഉണ്ടെങ്കിൽ തന്നെയും അതിന് പ്രശസ്തി വരാൻ സാധിക്കാത്ത വിധത്തിൽ വളരെയധികം വിഷമഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. കടലിലെ കഥകൾ എന്ന കഥാസമാഹാരത്തിൽ മുഴുവനും ദ്വീപ് പശ്ചാത്തലമായിരുന്നു കടന്നു വന്നിരുന്നത്. ആ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ? കടലിലെ കഥകൾ, അതിൽ 7 കഥകളുണ്ട്. ഞാൻ മൊത്തം 10, 50, 60 കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 7 കഥകളുണ്ട്. പിന്നെ പത്രമാസികകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിലെ കഥകൾ മുഴുവൻ ലക്ഷദ്വീപിലെ സാഹചര്യത്തെക്കുറിച്ചും അവിടുത്തെ കല്യാണങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രേമത്തെക്കുറിച്ചും പ്രേമ പരാജയങ്ങളെക്കുറിച്ചും അവിടുത്തെ സാമൂഹിക സ്ഥിതിയെ വരച്ചു കാട്ടുക എന്നുള്ള ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും കേട്ടതുമായ കാര്യങ്ങൾ ഞാൻ എഴുതി. അതിന് നല്ല സ്വീകരണം ഉണ്ടായെങ്കിലും വ്യാപകമായൊരു വായന ഇല്ലാത്തത് കൊണ്ട് അത് അത്ര പ്രസിദ്ധമായിട്ട് വന്നിട്ടില്ല. പക്ഷേ കഥ എഴുത്ത് അതാണ് ലക്ഷദ്വീപിലെ സാമൂഹിക ച്യുതികളെ, നമുക്ക് സാംസ്കാരിക ച്യുതികളെ നിന്നും ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ കഥാസാഹിത്യങ്ങളും കവിതാ സാഹിത്യങ്ങളും ഒക്കെ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കുറേ പേര് പണിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ആകാശവാണി വന്നതുകൊണ്ട് പവിഴ മണ്ണിലെ സാഹിത്യം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താറുണ്ട്. അതിൽ പല എഴുത്തുകാരും വരാറുണ്ട്. പക്ഷേ എനിക്ക് എഴുത്തുകാരോട് പറയാനുള്ളത്, നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകളാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് അത് പ്രാപ്തമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാഹിത്യ മേഖലയിൽ സംഘടനാപരമായിട്ട് ലക്ഷദ്വീപിലല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിൽ ഞാൻ കേരളത്തിലെ പല സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെടുകയും പത്രമാസികക്കാരുമായിട്ട് ബന്ധപ്പെടുകയും അവരോടൊപ്പം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ സാഹിത്യകലാ അക്കാദമി ഉണ്ടാക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉള്ള ഒരു എളിയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. പക്ഷേ അത് വിചാരിച്ചത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ല. അത് ജനകീയമാക്കിയിട്ടില്ല. അത് ജനകീയമാക്കണം. അത് ഒരു ഗവൺമെന്റിനെ വിമർശിക്കാനല്ല, നമ്മൾ ലക്ഷദ്വീപിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉള്ളത്. അതുകൊണ്ട് സാഹിത്യകല അക്കാദമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വെളുത്ത മണ്ണ് ചിരിച്ച് എന്ന് പറയുന്ന പാട്ട് ഞാൻ ഗവൺമെന്റിന് വേണ്ടി എഴുതിയതാണ്. പക്ഷെ ആ പാട്ട് സാഹിത്യ അക്കാദമിയുടെ അളമാരകളിൽ സൂക്ഷിച്ചല്ലാതെ അത് ദ്വീപിലെ കപ്പലുകളിലും ദ്വീപിലെ വെസലുകളിലും ഒക്കെ യാത്രക്കാർക്ക് കേൾക്കുവാതിക്ക് വെച്ചാൽ അതിൽ നിന്നും ദ്വീപിനെക്കുറിച്ചുള്ള പുറമേ നിന്നുള്ള യാത്രക്കാർക്ക് ഒരു അറിവ് നേടുകയും നമ്മുടെ ആൾക്കാർക്ക് ഒരു അനുഭൂതി ഉണ്ടാവുകയും ചെയ്യുന്ന ആണ്. അങ്ങനെ പലരും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പല നല്ല പാട്ടുകാരും എഴുത്തുകാരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒന്നും പ്രോത്സാഹനം കിട്ടാതെ വളരെ നേരത്തെ തന്നെ അത് നിന്നു പോവുകയാണ് ചെയ്യുന്നത്. പല സാഹിത്യകാരന്മാരും എഴുത്തുകാരും അത് എഴുത്ത് വിട്ടിട്ട് അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. താങ്ക് യു സാർ. ലക്ഷദ്വീപിലെ പവിഴമണിലെ സാഹിത്യം എന്ന പരിപാടിയിൽ വളരെ വിലപ്പെട്ട സന്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണേണ്ടതുണ്ട്. അതെ, ആകാശവാണിക്കും ആകാശവാണിയുടെ ശ്രോതാക്കൾക്കും ദ്വീപുകാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇനി എഴുത്തുകാരനെക്കുറിച്ച്. UCK തങ്ങൾ 1941 സെപ്റ്റംബർ 7 ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കവരത്തി ദ്വീപിൽ ജനനം. പിതാവ് ഹാജി U ആറ്റക്കോയ തങ്ങൾ, മാതാവ് മുത്തുബി പുറത്താക്കാട്. ചെറുകഥകൾ, ലേഖനങ്ങൾ, ഏകാംഗ നാടകങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ തുടങ്ങി മേഖലകളിൽ നിറസാന്നിധ്യമാണ്. ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമി അവാർഡ്, സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്റർ പുരസ്കാരം, കേരള മാപ്പിള കലാ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സിസോ ബുക്സ് പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ തർജിമ എഡിറ്റ് ചെയ്തു. ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക എൻസൈക്ലോപീഡിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചനാ ബോർഡ് അംഗമായിരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രമായ ദീപപ്രഭ തങ്ങളാണ് പുറത്തിറക്കിയത്. സാഗരകലയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ എഴുത്തുകാരനായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമിയുടെ സൗത്ത് സോൺ കൾച്ചർ സൊസൈറ്റിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ. ഇപ്പോഴും ലക്ഷദ്വീപ് കലാ അക്കാദമിയുടെ സീനിയർ അംഗമായും പത്രാധിപ സമിതി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. കവരത്തി ജില്ലാ സെക്ഷൻ കോടതിയിലെ സീനിയർ മുഖ്യറായും അസോസിയേഷൻ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു. ഭാര്യ സുഹ്റാബി, മക്കൾ മുഹമ്മദ് ദിൽഷാദ്, ബുഷ്റ ബീഗം, മുഹമ്മദ് ഹാഷിം, മുഹമ്മദ് റിയാസ്.
അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രതീലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.